വേദ വിക്രത്തിനെ ഉപേക്ഷിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി വിക്രം വന്ന് വിളിച്ചാൽ മാത്രമാണ് തിരിച്ച് ഈ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് വേദ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോവല്ല, വിക്രം കൊണ്ടുചെന്നാക്കുമ്പോൾ വിക്രം ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്, ഇനി ഇവിടെ കെട്ടിയിടുകയോ പൂട്ടിയിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാൽ എനിക്ക് കുറച്ച് സ്വൈര്യം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് ചെറിയ വിഷമാവുന്നുണ്ട്. അവിടെ അവൻ ഇങ്ങനെ ഒരു കുറച്ച് ഹാർഷായിട്ടൊക്കെ അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി അവിടെ വേദേനെ ആക്കിയിട്ട് തിരിച്ചു പോരുമ്പോൾ വേദയോട് വിക്രം പറയുന്നുണ്ട്, വേദയോട് വിക്രം തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്ന സീനൊക്കെ കാണിക്കുന്നത്. ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും, ഇങ്ങനെ ഇപ്പം നിന്നെ ഇവിടെ ആക്കി പോകുമ്പോൾ എനിക്ക് വേറെ എന്തോ ഒരു ഫീലാണെന്ന് പറയുകയാണ്. നീയായിട്ട് വീട്ടിൽ നീയായിട്ട് വഴക്കിട്ടതും തർക്കിച്ചതും ഒക്കെ ഞാൻ മിസ് ചെയ്യുന്നു വേദയോട് വിക്രം പറയുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ വിക്രത്തിനെ നോക്കുന്നൊരു സീനുണ്ട്. വിക്രത്തിൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ താനുണ്ടെന്ന് വേദയ്ക്ക് ആ ഡയലോഗിൽ മനസ്സിലാവുന്നുണ്ട്. വിക്രം അങ്ങനെ പറയുമ്പോൾ നിന്നോട് ഞാൻ തല്ലുകൂടിയതും വഴക്കുണ്ടാക്കിയതും വക്കാണം ചെയ്തതൊക്കെ ഞാൻ മിസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ ഞാനുണ്ട് എന്നുള്ളൊരു ഇത് വേദയ്ക്ക് മനസ്സിലായി. പിന്നെ വിക്രം പറയുന്നുണ്ട്, ഞാൻ നിന്നെ മിസ് ചെയ്യും, നീ ആയിട്ടുണ്ടായിരുന്ന വഴക്കുകളും ഒക്കെ നീ ഉണ്ടായിരുന്ന സംസാരമൊക്കെ ഞാൻ മിസ് ചെയ്യും, എന്തോ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട് എന്ന് വിക്രം വേദയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. എന്തോ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ വേദയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നെ അത് പറയുമ്പോഴാണ് വേദ വിക്രത്തിൻ്റെ മുഖത്തേക്ക് അത്ര നേരം തല താഴ്ത്തി. വിക്രം വീട്ടുകാരോട് പറയുന്നതൊക്കെ കേട്ട് തല ഉഞ്ചി നിന്നിരുന്ന വേദ അപ്പോൾ അവനടുത്ത് വന്നിട്ട് ഇങ്ങനെ ഞാൻ നിന്നെ മിസ് ചെയ്യും, എന്തോ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ വേദ ഇങ്ങനെ തല മുന്തിച്ച് നോക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് വിക്രത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് വിക്രം ഓപ്പണായിട്ട് പറയുകയാണ്. വിക്രത്തിൻ്റെ മനസ്സിലും വിക്രത്തിനും വേദയോടൊരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിലും വേദ ഉണ്ടായിരുന്നു ഉള്ള ഇതിൽ വേദയോട് അവൻ്റെ ഇഷ്ടം തുറന്ന് പറയുന്ന സീനൊക്കെ നാളത്തെ എപ്പിസോഡ്സിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വേദേനെ അവിടെ ആക്കി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തുന്ന വിക്രത്തിന് ആകെ ഒരു ശൂന്യതയാണ്. എവിടെ നോക്കിയാലും വേദ ഉണ്ട്, അല്ലെങ്കിൽ ഹോളിൽ വന്ന് നോക്കുമ്പോൾ വേദ അവിടെ ഇരിക്കുന്നുണ്ട്, വേദ തന്നോട് വന്ന് സംസാരിക്കുന്നുണ്ട്, വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ വേദ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വിക്രത്തിന് വരുന്നുണ്ട്. അപ്പോഴാണ് അവൻ ശരിക്കും വേദ തന്നെ മനസ്സിലുണ്ടായിരുന്നു, വേദയോട് തനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു എന്നത് വിക്രം മനസ്സിലാക്കുന്ന എപ്പിസോഡ്സൊക്കെയാണ് നാളെ വരുന്നത്. പിന്നെ പതുക്കെ അവളെ മറക്കാൻ ശ്രമിക്കുന്ന വിക്രം തന്നെ അവളെ തിരിച്ച് കൂട്ടിക്കൊണ്ടിരുന്ന സീനൊക്കെ ഉണ്ട്. അവൻ്റെ ഒരു ഫയല് കാണാനില്ലാത്തപ്പോൾ അത് എവിടെ തിരഞ്ഞിട്ടും കാണാനില്ല. അപ്പോൾ അത് വേദയാണ് എടുത്തു വെച്ചതെന്ന് വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വേദേനെ വിളിച്ച് നോക്കുമ്പോൾ വേദ പറയും ഞാൻ തന്നെ എടുത്തു വെച്ചത്, പക്ഷെ അതിപ്പോൾ എവിടെയെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എടുക്കാനൊന്നും കിട്ടില്ല, അത് ഞാൻ തന്നെ വന്ന് എടുത്താലാണ് എടുത്തു തരാമെന്ന് പറയും. പക്ഷെ അത് നിങ്ങൾ എൻ്റെ ഭാര്യയാണെന്ന്, നിങ്ങളുടെ ഭാര്യയാണ് ഞാനെന്ന് അംഗീകരിച്ചിട്ട് എന്നെ ഇവിടെ വന്ന് വിളിച്ചാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറയുകയാണ്. പക്ഷേ വിക്രത്തിൻ്റെ ആത്മാഭിമാനം വിട്ടിട്ട് അവളെ പോയി വിളിച്ചുകൊണ്ട് വരുമോ എന്ന് ഡൗട്ടാണ്. അങ്ങനെ പോയിട്ട് വിളിച്ച് കൊണ്ടുവരാൻ വിക്രത്തിന് മടിയാണ്. കാരണം അത്രയ്ക്ക് ഡയലോഗ് അടിച്ചിട്ടാണ് അവിടുന്ന് അവളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്നത്. പിന്നെ വീണ്ടും അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് വിക്രത്തിന് നാണക്കേടാണ്. അങ്ങനെ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് വിക്രം തിരിച്ചു വന്നത്. പക്ഷെ വിക്രം ഈ ഒരു ഫയലിൻ്റെ ആവശ്യത്തിന് വേണ്ടി തിരിച്ചു വേദനെ വിളിച്ചു കൊണ്ടുവരുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങുന്ന എപ്പിസോഡ്സൊക്കെ വരുന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്